ആർട്ടിസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ അവരെപ്പോഴും ഈ കലാകാരന്മാർക്ക് പണം അത്ര പ്രസക്തമല്ല, പണത്തിനായിട്ടല്ല, അവരുടെ ആന്തരികമായിട്ടുള്ള അവരുടെ ആ കഴിവ് പ്രദർശിക്കുമ്പോൾ മറ്റുള്ളവർക്ക് കിട്ടുന്ന ആ ഒരു അപ്രിസിയേഷനാണ് അവർക്ക് ഏറ്റവും വലിയൊരു പണം. അങ്ങനെ ഒരു ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു, അദ്ദേഹം ചെറുതായിട്ട് വരയ്ക്കും. പിന്നെ ആർട്ട് ഫ്രം ദ വേസ്റ്റ് എന്ന് പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ ആവശ്യമില്ലാത്ത സാധനങ്ങളിൽ നിന്നൊക്കെ നല്ലൊരു ഒരു കലാസൃഷ്ടി അദ്ദേഹം, നല്ലൊരു സർഗാത്മകമായ ഒരു മനുഷ്യനാണ് അദ്ദേഹം. പക്ഷേ അതുകൊണ്ട് ജീവിക്കാൻ വയ്യ. അപ്പോൾ ഭാര്യ പറഞ്ഞു, നിങ്ങളിങ്ങനെ ഈ ആർട്ട് എന്നൊക്കെ പറഞ്ഞിരുന്നാൽ പറ്റില്ല, കഴിവുണ്ട് നിങ്ങൾക്ക്, ഒരു 4 വരകൾ കൊണ്ടൊക്കെ നിങ്ങൾ ഒരാൾ വരയ്ക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷേ ഇത് പറ്റാതെ നമുക്ക് കിട്ടുന്ന ഈ വരുമാനം കൊണ്ട് ജീവിക്കാൻ വയ്യ, മക്കളൊക്കെ ആയി, നിങ്ങൾ എവിടെയെങ്കിലും ഒരു ജോലിക്ക് പോകും, നിങ്ങൾ ജോലിക്ക് പോയിട്ട് മാസ ശമ്പളം ഉണ്ടെങ്കിൽ നമുക്ക് കുടുംബം നന്നായി പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇയാളൊരു ജോലിക്ക് പേപ്പറിൽ ആഡ് കണ്ടു, അങ്ങനെ സെയിൽസ്മാൻ, സോപ്പിൻ്റെ ഒരു കമ്പനിയുടെ സെയിൽസ്മാനായിട്ട് ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ പോകും. അപ്പോൾ അവിടെ പോയപ്പോൾ 3 പേരുണ്ടായിരുന്നു. ഒരു സ്ത്രീ ചോദിച്ചത്, നിങ്ങൾ എങ്ങനെയാണ് ഈ ജോലിക്ക് വരിക, നിങ്ങളൊരു ആർട്ടിസ്റ്റ് അല്ലേ, നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്താ അറിയാം? അപ്പം മാഡം, ഒരു നിമിഷം മാഡം, ഒരു പേപ്പറും പേനയും തരാമോ, പെൻസിലും തരാമോ എന്ന് പറഞ്ഞിട്ട് ആ പെൻസിൽ കൊണ്ട് ആ പേപ്പറിൽ ആ മാഡത്തിനെ നന്നായി വരച്ച് 4-5 വരകൾക്കുള്ള അവർ പിക്ചർ കൊടുത്തു. അവർക്കാകെ അതിശയമായി പോയി, എങ്ങനെയാണെങ്കിൽ നിങ്ങൾ കഴിയുന്നത്, എത്ര നന്നായിട്ട് വരയ്ക്കുന്നുണ്ടല്ലോ, എനിക്ക് നിങ്ങൾ വളരെ ഇഷ്ടപ്പെട്ടു, പക്ഷേ ഇതുകൊണ്ട് നിങ്ങൾ എങ്ങനെ കച്ചവടം ചെയ്യാം? അല്ല മാഡം, 3 പേരുണ്ടല്ലോ, നിങ്ങളെ ഞാൻ ആദ്യം ഇപ്പോൾ സന്തോഷപ്പെടുത്തിയില്ലേ, നിങ്ങൾക്ക് എൻ്റെ കഴിവ് മനസ്സിലായല്ലോ, എനിക്ക് എന്തെങ്കിലും സഹായം ചെയ്യണമെന്ന് നിങ്ങൾക്ക് തോന്നില്ലേ, ഇപ്പോൾ നിങ്ങൾ കുറച്ച് എൻ്റെ ഐറ്റം നിങ്ങൾ സോപ്പ് വാങ്ങിക്കില്ല, ഇതുപോലെ ഞാൻ മറ്റുള്ള സ്ഥലങ്ങളിൽ ഞാൻ പോയി കച്ചവടം ചെയ്യും. ശരി മോനെ, ഞാൻ നിനക്ക് 10-ൽ 10 തരാമെന്ന് ഒരു അമ്മയുടെ വയസ്സുള്ള പാനലിലുള്ള 3 പേരിൽ ഒരാൾ പറഞ്ഞു. പക്ഷേ ബാക്കി 2 പേരും അവർ സമ്മതിക്കുന്നില്ല. അവർ പറഞ്ഞു, ഓക്കെ, എങ്ങനെയൊക്കെയോ നീ വിൽക്കും, ഏതായാലും നീ നന്നായി, നിനക്ക് സ്റ്റോക്ക് തന്നിട്ട് ഇത് വിൽപ്പന ചെയ്യുന്ന എനിക്ക് വിശ്വാസമില്ല, ഒരു 10,000 രൂപ നീ കൊണ്ടുപോവാ, അത് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് സോപ്പ് എടുത്തിട്ട് പോയിട്ട് വിറ്റിട്ട് അതിന് ലാഭം നീ എടുത്തിട്ട് ബാക്കി ഞങ്ങൾക്ക് തന്നാൽ മതി. എന്ത് ചെയ്താലും ഈ ബാക്കിയുള്ള 2 പേരും സമ്മതിക്കുന്നില്ല. ഈ അമ്മയുടെ മുഖം നോക്കിയിട്ട് താങ്ക് യു അമ്മ എന്ന് പറഞ്ഞിട്ട് അമ്മയെന്ന് വിളിച്ചിട്ടാണ് അമ്മ പുറപ്പെടുക. അപ്പോൾ അവർക്കും അയ്യോ, ഞാൻ സഹായിച്ചു, ബാക്കിയുള്ള 2 പേരും സഹായിച്ചില്ല, നിസ്സഹായ അവസ്ഥയിലായിരുന്നു ആ പാവം അമ്മയും. ഏതായാലും നേരെ വീട്ടിൽ പോയി ഭാര്യയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്താ ചെയ്യാമെന്ന് അറിയുന്നില്ലല്ലോ. അപ്പോൾ 2 പേരും കൂടി ഒരു പ്ലാൻ ചെയ്തു. ഇപ്പം തൻ്റെ കഴിവ് വരയ്ക്കുന്നതാണല്ലോ, ഒരു പാർക്കിലേക്ക് പോയി ഒരു വലിയൊരു ബോർഡ് മാരിയൊക്കെ വെച്ചിട്ട് തൻ്റെ ഭാര്യയെ തന്നെ കസ്റ്റമറായിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ അറിയാതെ, ഭാര്യ ഒന്നും അറിയിക്കാതെ ആ ഭാര്യയെ എടുത്തിട്ട് പടം വരയ്ക്കും. 7-8 വരകളിൽ അല്ലെങ്കിൽ ഒരു 10 വരകൾക്കുള്ളിൽ ഒരു രൂപം ഭംഗിയായിട്ട് ഒരു 100 രൂപ കൊടുക്കും. ഭാര്യ എൻ്റെ ഭർത്താവിന് താങ്ക് യു സാർ, നന്നായി വരച്ചു പറഞ്ഞിട്ട് അടുത്തുള്ള അവിടെ പാർക്കിലുള്ള ആൾക്കാരോടെല്ലാം കാണിക്കും, നോക്കൂ വെറും 100 രൂപയ്ക്ക് എന്നെ വരച്ചിട്ടുണ്ട്, എന്ത് നന്നായിട്ട് വരച്ചിട്ടില്ല. അങ്ങനെ ഒരു 7-8 ദിവസം ഇവർ കുറേ കഷ്ടപ്പെട്ടിട്ട് കുറേ പേരെ വരച്ച് ഇയാളുടെ കൈയൊക്കെ നീര് വന്നു പോയി, പെൻസിൽ പിടിച്ച് വേഗം വരഞ്ഞിട്ട്. അങ്ങനെ പണം ഉണ്ടാക്കിയിട്ട് ഇയാൾ ജോലിക്ക് പോകാനായിട്ട് പണം കയ്യിൽ വെച്ചിട്ട് പോവുകയാണ്. ഒരു ബസ്സിൽ കയറി യാത്ര ചെയ്യുന്നു. ഇറങ്ങേണ്ട സ്ഥലം വരുന്ന സമയത്ത് അവിടെയൊക്കെ മഴ പെയ്തിട്ടുള്ള ഒരു ചേറൊക്കെ ഉണ്ടായിരുന്നു. അതിൽ പാവം പുള്ളിക്കാരൻ സ്കിഡായിട്ട് താഴെ വീഴുന്നു. പിന്നിലൊരു വണ്ടി വന്ന് ഇയാളുടെ 2 കൈകളിലും ആ വിരലുള്ള പത്തിയുടെ 2 വിരലുകളും കൈയും ഒക്കെ കയറി അതിൽ മേലെ വണ്ടി കയറിയിട്ട് പോകും. ഇയാൾ കണ്ണു തുറന്ന് നോക്കുമ്പോൾ ഹോസ്പിറ്റലാണ്. നന്നായി നോക്കുമ്പോൾ അദ്ദേഹത്തിന് 2 കൈകളും ഇല്ല. ആ കൈകൾ കൊണ്ടാണ് അദ്ദേഹം വരയ്ക്കേണ്ടതും ജീവിക്കേണ്ടതും എല്ലാം. അവിടെ നിന്ന് ഡിസ്ചാർജായി ഹോസ്പിറ്റലിലേക്ക് പോകും. ഹോസ്പിറ്റലിൽ നിന്ന് നേരെ വീട്ടിലേക്ക് പോകും. 2 ദിവസം മനസ്സ് വല്ലാത്ത ദുഃഖത്തിൽ, ഇനി എന്താണ് ജീവിതം, ഒന്നും അറിയില്ല, വരയ്ക്കാൻ അറിയുള്ളൂ, കയ്യില്ലെങ്കിൽ എന്ത് ചെയ്യും. അങ്ങനെ ഇയാൾ ആർക്കറിയാണ്ട് മെല്ലെ നടന്നു പോയി ഇയാളെ ട്രീറ്റ് ചെയ്ത ഇയാളുടെ കൈ മുറിച്ച ഹോസ്പിറ്റലുണ്ടല്ലോ, ഓപ്പറേഷൻ ചെയ്തെടുത്ത് ഹോസ്പിറ്റലിൻ്റെ മേലെ ടെറസിലേക്ക് കയറി ഇദ്ദേഹം അവിടുന്ന് ചാടാനായിട്ട്, ഇനി ജീവിതം വേണ്ട എന്നുള്ള തീരുമാനത്തിൽ ചാടാനായിട്ട് നിൽക്കുന്ന സമയത്ത് ഒരു കൈ ഒന്ന് പിടിക്കും. തിരിഞ്ഞു നോക്കുമ്പോൾ മകളാണ്. അദ്ദേഹം നേരത്തെ എണീച്ച് പുറപ്പെടുമ്പോൾ പിന്നെ കൂടി മകൾ എവിടേക്കാണോ പോകണം അച്ഛൻ എന്ന് പറഞ്ഞിട്ട് അതുവരെ പോയിട്ട് അപ്പോഴും അധികം അവൾക്കൊന്നും അറിയില്ല. ടെറസിലേക്ക് കയറുമ്പോൾ അവൾക്കൊരു സംശയം വന്നു. അവിടെ സൂക്ഷിച്ച് ഇങ്ങനെ പോയി. ഇയാൾ ദുഃഖത്തിൽ പിന്നെ ഒരാൾ വരുന്നതൊന്നും അറിയുന്നില്ല. കൈ പിടിച്ചു, എന്താണ് ഇങ്ങനെ ചെയ്യുന്നത്? അല്ല മോളെ, 2 കൈയുമില്ല, 2 കൈയേ ഇല്ല, 2 കൈകളും ഇല്ല, അപ്പോൾ ഞാൻ എന്താ ചെയ്യുക? എനിക്ക് അത് വെച്ചല്ലേ ഞാൻ വരയ്ക്കാനും എല്ലാം പറ്റുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുന്നറിയോ, തന്നെ 2 കൈയും നീട്ടിയിട്ട് അച്ഛൻ അത് എടുത്തോളൂ എന്ന് പറയും.
ആകെ പിന്നെ കണ്ണൊക്കെ നിറഞ്ഞു പോകും. എൻ്റെ മോളിങ്ങനെ പറഞ്ഞല്ലോ കൊണ്ട് നേരെ വീട്ടിലേക്ക് വരും. വീട്ടിലേക്ക് വന്നിട്ട് എന്തെങ്കിലും ഇനി ആൾട്ടറേറ്റ് എന്തെങ്കിലും ചെയ്യണമല്ലോ, മരിക്കാനും പറ്റില്ല എൻ്റെ മോളുടെ സ്നേഹം കൊണ്ട്. പിന്നെ ഇത് ബ്രഷ് എടുത്തിട്ട് വായു കൊണ്ട് ഇങ്ങനെ വരയ്ക്കാൻ തുടങ്ങി. പഠിച്ചു. ഒരു 4-5 ദിവസം കൊണ്ട് അയാൾ പഠിച്ച് കൈ കൊണ്ടൊക്കെ പറയുന്നതിനേക്കാളും ഗംഭീരമായിട്ട് ഓരോന്ന് വരഞ്ഞ് കുടുംബക്കാർക്ക് കാണിക്കും, റഫായിട്ട്. പിന്നെ ഒരു സീരിയസ് ആയിട്ടുള്ളൊരു അടുത്തൊരു ആർട്ട് വരയ്ക്കാൻ തുടങ്ങി. അത് വരച്ച് നോക്കുമ്പോൾ അതിൻ്റെ പേര് അദ്ദേഹം എഴുതണം. അതിന് മുമ്പ് എല്ലാവരും വന്ന് നോക്കുകയാണ് എന്താണ് വരഞ്ഞിട്ടുള്ളതെന്ന്. നോക്കുമ്പോൾ അതൊരു കൈയാണ്. അപ്പോൾ മോള് ചോദിക്കുകയാണ്, ഇത് ആരുടെ കൈയാണ്? ആരുടെ കൈയായാലും എന്താണ് മോളെ, കൈയല്ലേ? എനിക്ക് കൈയുള്ള സമയത്ത് ഞാൻ എൻ്റെ ഞാൻ വരഞ്ഞിട്ടേ ഇല്ല. എന്നെയും പോലെ വരഞ്ഞിട്ടില്ല, പക്ഷേ എന്നെപ്പോലെ ഞാൻ പലപ്പോഴും വരഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടോ എൻ്റെ കൈകൾ ഞാൻ ശരിക്കും നോക്കിയിട്ട് പോലുമില്ല. ഇന്ന് കൈകളില്ല, ഞാൻ അതുകൊണ്ടത് വരഞ്ഞതാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ കഥ തീരുകയാണ്. ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി മൂല്യങ്ങൾ പറയേണ്ടതില്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും. കൈകൾ മാത്രമല്ല എൻ്റെ സുഹൃത്തുക്കളെ, നമ്മുടെ സ്വന്തം ബന്ധങ്ങൾ. ഫസ്റ്റ് നമ്മുടെ ശരീരം, നമ്മളെ തന്നെ നമ്മൾ ആദ്യം നന്നായി സ്നേഹിക്കണം. നമുക്ക് നമ്മൾ തന്നെ പഠിക്കണം. നന്നായി ഡ്രസ്സ് ചെയ്യുമോ, നന്നായി ആഹാരം കഴിക്കാം, നമ്മുടെ ശരീരത്തെ നന്നായി നോക്കാം. ഇത് എനിക്കും ചേർന്ന് ഉള്ളൊരു ഉപദേശമാണ്. ഞാനും നന്നായി ഉറങ്ങണം, കുറച്ച് തന്നെ റെസ്റ്റ് എടുക്കണം. അതുപോലെ നമ്മളെല്ലാവരും നമ്മുടെ ശരീരത്തെ സ്നേഹിക്കണം, നമ്മുടെ കൂടെയുള്ള ആൾക്കാരെ സ്നേഹിക്കണം, അവരെ ക്ഷമിക്കണം. നമുക്ക് ഉള്ള മാതാപിതാക്കളുണ്ടെങ്കിൽ എത്ര വയസ്സായാലും അവർ കൂടെ കുറേ സമയം നമ്മൾ ചിലവ് ചെയ്യണം. ആരെയും നമ്മൾ വേദനിപ്പിക്കരുത്. എത്രയോ പേര് ഞാൻ കാണുന്നുണ്ട്, ചിലരൊന്നും മുഖമറിയാത്ത ആൾക്കാരെ പോലും വെറുതെ കാൽപ്പനികമായിട്ട് ഇങ്ങനെ കള്ളക്കഥകളൊക്കെ പറഞ്ഞിട്ടൊക്കെ വേദനിപ്പിക്കുന്ന രാഷ്ട്രീയത്തിലൊക്കെ കുറേ അങ്ങനെ ഉണ്ട്. അതെല്ലാം എത്ര പാവങ്ങളാണ്. നമ്മൾ ഇസ്ലാം മതപ്രകാരം അത് സ്വന്തം സഹോദരൻ്റെ മാംസം കഴിക്കുന്നതിന് സംബന്ധമാണ് പറയുന്നത്. ആ പാവങ്ങളൊക്കെ എവിടെ പോയി തീർക്കാൻ പറ്റും? എല്ലാ കർമ്മമൊക്കെ പഠിച്ച് നോക്കണം. അതൊന്നും ഇല്ലാതെ എത്ര സൽക്കർമ്മങ്ങൾ ചെയ്യാൻ പറ്റുമോ അത്രയും സൽക്കർമ്മങ്ങൾ നമുക്ക് എല്ലാവർക്കും ചെയ്യാം. ഞാനത് തിരിച്ചും പറയുകയാണ്. ഞാനൊരു ഉപദേശകനായിട്ട് പറയല്ല, എനിക്കും ചേർന്ന് പറയുന്നതാണത്. നമുക്ക് എല്ലാവർക്കും ഒരു സന്തോഷവും സമാധാനവും നമുക്ക് കിട്ടാൻ നമുക്ക് നല്ല ക്രിയകൾ, നമുക്ക് നല്ല കർമ്മങ്ങൾ, നല്ല ചിന്തകൾ, മനസ്സാ വാച കർമ്മം എപ്പോഴും നമുക്ക് നല്ലത് ചെയ്യാം. ഇതൊക്കെ എൻ്റെ അമ്മയും എനിക്ക് പറഞ്ഞു തരുന്ന നമ്മുടെ ദേവി മോൾ എഴുതിയൊരു നല്ലൊരു കഥയിൽ ഞാനൊന്നുമില്ല എന്ന് പറയരുതെന്ന് പറഞ്ഞു. നമുക്ക് എവിടെ നിന്നാണ് ഉപദേശം കിട്ടുകയെന്ന് അറിയില്ല. അത് ഞാനത് ആത്മനിന്ദ എന്നാണ് പറയുന്നത്. ഞാനത് വിനയത്തിനായിട്ട് പറയുന്നതാണ് വിചാരിച്ച് ഞാൻ അങ്ങനെ പറയുന്നതാണ്. എനിക്ക് അഹങ്കാരം വരാൻ പാടില്ല എന്ന് വെച്ചിട്ടാണ് ഞാൻ എപ്പോഴും അത് പറയാറുള്ളത്. പക്ഷേ ആ കഥയിൽ മോളെഴുതി അങ്ങനെ ഞാനൊന്നുമല്ല, നമുക്ക് അഹങ്കാരവും പാടില്ല, നമ്മളൊന്നുമില്ല എന്ന് പറയുന്നത്. അതാണ് മിഡിൽ പാത്ത് ബുദ്ധൻ പറയുന്നതും. ഞാനങ്ങനെ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ ഞാനൊന്നല്ല, ഞാനൊരു പൂജ്യമാണ്, അടുത്തുള്ള അക്കങ്ങൾ എഴുതുന്നതുകൊണ്ടാണ് ഞാൻ വാല്യൂ എന്നൊക്കെ നമ്മൾ പറയുന്നതിന് നമുക്ക് അഹങ്കാരം വരുന്നത് വെച്ചാൽ എൻ്റെ പ്രിക്കോഷനായിരുന്നു. പക്ഷെ അതും തെറ്റാണെന്ന് ഞാൻ മനസ്സിലാക്കി. ഞാൻ എന്താണെന്നുള്ള അറിവ് എനിക്ക് ചെറുതായിട്ടുണ്ടല്ലോ. ഞാൻ ഒരു സ്ഥലത്ത് ജനിച്ചു, നല്ല അച്ഛനമ്മയുടെ അനുഗ്രഹത്തോട് ഞാൻ വളർന്നു. അവരെനിക്ക് പലതും പഠിപ്പിച്ചു, പല ഗുരുക്കന്മാരെ കണ്ടു, കുറേ യാത്രകൾ ചെയ്തിട്ടുണ്ട്, കഴിയുന്നത്ര പഠിച്ചിട്ടുണ്ട്. ഇപ്പോഴും എത്രയോ പുസ്തകങ്ങൾ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നു, ഉപനിഷത്തുകൾ പോലുള്ളതെല്ലാം. എത്രയോ എന്നാൽ കഴിഞ്ഞ സഹായം ചെയ്ത് അങ്ങനെ കുറേ നല്ല കാര്യങ്ങൾ എന്നെപ്പറ്റി ഉണ്ടല്ലോ. ഞാനെന്തിനാണ് ഒന്നുമില്ല എന്ന് പറയുന്നത് എന്ന് പുതിയൊരു ആത്മബോധം എന്ന് നോക്കൂ. ആ കഥയിൽ നിന്ന് എൻ്റെ അമ്മയുടെ ഓർമ്മ ദിവസമായ ഇന്ന് എനിക്കത് കിട്ടി. ഞാൻ ഇനി ഒരിക്കലും അതിൽ തന്നെ ഞാനിപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ ആ കഥയ്ക്ക് ഞാൻ ഫീഡ്ബാക്ക് ഇടുമ്പോൾ തന്നെ ഞാൻ സത്യമായിട്ട് പറഞ്ഞു, ഇനി ഞാൻ ഒന്നുമില്ല എന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ എന്തൊക്കെയോ നമ്മളാക്കി ദൈവം ചെറുതായിട്ട് നമ്മൾ തന്നിട്ടുണ്ട്. അത് നമ്മൾ അഹങ്കരിക്കാതെ ദൈവം എനിക്ക് തന്നല്ലോ. ഇപ്പോൾ ചിത്ര പറയാം, ഞാനൊന്നുമല്ല എന്ന് പറഞ്ഞാൽ ഗായിക, ഞാൻ നല്ലൊരു ഗായികയെന്ന് ചിത്ര പറയുന്നതിൽ തെറ്റില്ല. ഞാനാണ് ഗായിക എന്ന് പറയുമ്പോഴല്ലേ തെറ്റ്. അത് ഈ കഥ എനിക്കത് എന്നെ പഠിപ്പിച്ചു. ഏതായാലും എൻ്റെ അമ്മയുടെ ഓർമ്മ ദിനം. ആത്മാക്കൾ വിശ്വസിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ആത്മാവ് എപ്പോഴും ദൈവത്തിലേക്കല്ലേ പോകുന്നത്, അവിടെയല്ലേ പോയി ചേർന്ന്. അവിടെ അമ്മ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എന്തോ അമ്മ എന്ന് പറയുമ്പോൾ കണ്ണു നിറയുന്നു, സ്നേഹം.